ഈ തങ്കച്ചേട്ടനായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പറയാറുണ്ട്, കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള. ഇല്ല കേട്ടോ, നാട്ടുകാരെ പ്രശ്നമൊക്കെ എടുത്തിരിക്കുകയാണ്. പൊന്നു നാട്ടുകാരെ, പറഞ്ഞു എന്റെ പൊന്നു നാട്ടുകാരെ, തങ്കച്ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ. എന്നെ ഒരു കുഞ്ഞു അഞ്ചത്തി പോലും എന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ തമ്മിൽ പ്രണയമൊന്നും ദൈവം എനിക്ക് പ്രേക്ഷകർ അതല്ല പറയേണ്ടത്. അഞ്ചത്തി ചേട്ടനായിരുന്നല്ല പറയേണ്ടത്. മീഡിയക്കാരുടെ അടുത്താ, ഓൺലൈൻ മീഡിയക്കാരുടെ, ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നാ എനിക്ക് അയച്ചു തന്നതാണ്. ഫോട്ടോ ഒരു ലിങ്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്നത് എനിക്ക് അയച്ചു തന്നാരെന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നതാ, അമ്മയ്ക്കും അച്ഛനൊക്കെ. ഇത് സത്യമാണെന്നൊക്കെ ചോദിച്ചിട്ട് നോക്കട്ടെ. ക്യാമറ നമുക്ക് സൂം ചെയ്യാം, നോക്കാം. അത് ഏത് ചാനലാണ് കൊടുത്തിരിക്കുന്നത്? ഏത് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോലും പോയില്ല. ഇവർക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അനുവായിട്ടുള്ള ബന്ധപ്പെട്ടാണോ? ഇതാണേ, അനുമോൾ തങ്കച്ചൻ വിവാഹം. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോകും. എന്റെ ഫേസ്ബുക്കിൽ അല്ല, ഇത് ക്യാൻസൽ ആണ്ട്. അതിനകത്ത് ഒരു ഭയങ്കര ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഉൾപ്പെടെ. അനുമോൾ തങ്കച്ചൻ വിവാഹം ഉടൻ നടക്കും, അനു തുറന്നു പറഞ്ഞു. ഇതാണ് സംഭവം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മോശം കാര്യങ്ങളാണ്. ഇത് അനു അറിഞ്ഞിട്ടുണ്ടോ? പുള്ളിക്ക് ഇത് കാണാൻ ഭയങ്കര വിഷമം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഏതൊരു ചാനലാണ്, ഇതൊന്നും അല്ല. ഇതിന് മുന്നേ കുറെ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി ഈ മീഡിയക്കാരുടെ, എനിക്കറിയുന്ന മീഡിയക്കാരാ, ഓൺലൈൻ മീഡിയക്കാർക്ക് പോയി ഞാൻ നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. പ്രതികരിക്കാൻ തോന്നുന്നു പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചോദിക്കും, ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന്. അപ്പൊ നിനക്ക് വിഷമമുണ്ടോ? എനിക്ക് എന്ത് വിഷമം പറയുന്നവര് പറയട്ടെ. മറുപടി അല്ല നീ കൊടുക്കണ്ടേ, നാണമില്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ എന്തിനാണ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ, നമ്മൾ ഈ ആർട്ടിസ്റ്റുകളായതുകൊണ്ട്, ഇങ്ങനൊരു ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്താ പറയണ്ടേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മീഡിയക്കാർ, ഇപ്പൊ തങ്കച്ചേട്ടന് കല്യാണം ഓൾറെഡി ആയിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലും തങ്കച്ചേട്ടൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്റെ കാര്യത്തിൽ. കാരണം ഈ മീഡിയക്കാർ ഓരോന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ തങ്കച്ചേട്ടൻ കല്യാണം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരനത് ഭയങ്കര വിഷമമാണ്. ഞാനത് ഈ ചെവി കൂടെ കണ്ട് ഈ ചെവി കൂടെ കളയുന്നതാണ്. പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ ഇടയ്ക്ക് സ്റ്റാർ മാജിക് പോലും എൻ്റെ അടുത്ത് തന്നെ ഭയങ്കര വിഷമം ഒന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ആ ഒരു കോംബോ മാറ്റാന്നുള്ള രീതിയിൽ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ. എത്ര പേര് ഇപ്പൊ തന്നെ എനിക്ക് എത്ര ഈ മീഡിയക്കാർ തന്നെയാണ്, ഓൺലൈൻ മീഡിയക്കാരുടെ എന്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ എനിക്കറിയത്തില്ല എത്ര പേര് കൊച്ചു കല്യാണം കഴിപ്പിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈവായിട്ട് നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ ലൈവായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അവർക്കത് മനസ്സിലാവും. ഇന്ന് തന്നെ മനസ്സിലായി അവർക്കല്ല. ഞാൻ പോകുന്ന നമ്മൾ എത്ര ഇനാഘോഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും തങ്കച്ചനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അടുത്ത വരുന്ന ചോദ്യം എന്താന്ന് വെച്ചാല്, തങ്കച്ചൻ എന്താ കൊണ്ടുവരാത്തെ? അതും കുഴപ്പമില്ല. തങ്കച്ചനായിട്ടുള്ള കല്യാണം എന്നാണ് അവർ തമാശക്കായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്ന ഒരു ചേട്ടനെ വെച്ചിട്ട്? അങ്ങനെ ഞാനും തങ്കച്ചേട്ടനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോ? ഇപ്പൊ സ്റ്റാർ മാജിക് പറയുന്നുണ്ട് തമാശയാണ്. അത് സ്റ്റാർ മാജിക് എന്നും കാണുന്നവർക്കറിയാം അതൊരു തമാശയാണ് പറയുന്നതെന്ന്. അല്ലാത്തവര് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പ്രേമമാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. പക്ഷേ അങ്ങനെ സിനിമകളിൽ എത്രയോ പ്രേമങ്ങൾ വന്നിട്ടുണ്ട്. അവരാരും ഒന്നിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, ഈ കള്ളം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, അങ്ങനൊന്നുമില്ല. പക്ഷെ അനുവിന്റെ മനസ്സിൽ ഒരാളുണ്ട്. നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇല്ല, അങ്ങനൊന്നും ഇല്ല. പക്ഷെ പോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ കള്ളം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, എന്നാലും അറിയണ്ടേ. അപ്പൊ നമ്മൾ അറിയിക്കണം കേട്ടോ. എന്നെ അറിയിക്കൂ. ഓക്കെ, ഇന്റർവ്യൂ തരും. അനുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കിടന്ന് കാല് പിടിച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത്. ആ സമയത്തൊക്കെ പക്ഷെ വേറെ മൈൻഡ് ഔട്ട് ആണ്. പിന്നെ അവരുടെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇനാഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ തരാൻ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ ഒത്തിരി വർഷമായിട്ടില്ല